ഹായ്, റസി വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10th ലെവൽ പ്രീലിംസ് മോഡൽ എക്സാം. ഞാനിന്നിവിടെ 30 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും എത്ര ആൻസർ കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. ഉത്തരങ്ങൾ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്ത വനിത ആരാണ്? എ. ആനി മസ്ക്രീൻ, ബി. അമ്മു സ്വാമിനാഥൻ, സി. ദാക്ഷായണി വേലായുധൻ, ഡി. റോസമ്മ പുന്നൂസ്. 1917 ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ച ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് 1924 സമുദായാംഗങ്ങളുമായി ചേർന്ന് ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് വിപ്ലവം സൃഷ്ടിച്ചത്? എ. അയ്യങ്കാളി, ബി. കെ. പി. വള്ളോൻ, സി. ടി. ടി. കേശവൻ ശാസ്ത്രികൾ, ഡി. കുറുമ്പൻ ദൈവത്താൻ. മലബാർ മാനുവൽ എന്ന കൃതി രചിച്ചത് ആരാണ്? എ. ബെഞ്ചമിൻ ബെയ്ലി, ബി. ആൽബർട്ട് ഹെൻറി, സി. റോബർട്ട് ബ്രിസ്റ്റോ, ഡി. വില്യം ലോഗൻ. സാധുജനദൂതൻ എന്ന പ്രസിദ്ധീകരണം ഏതു നവോത്ഥാന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ. ചേരമർ മഹാസഭ, ബി. സാധുജന പരിപാലന സംഘം, സി. സമത്വ സമാജം, ഡി. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ചുവടെ കൊടുത്തവയിൽ ബാരിസ്റ്റർ ജി. പി. പിള്ളയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? എ. തിരുവിതാംകൂർ ദിവാനെക്കുറിച്ച് വെസ്റ്റേൺ സ്റ്റാർ എന്ന വാരികയിൽ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു. ബി. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇംഗ്ലീഷ് പത്രമായ മദ്രാസ് സ്റ്റാൻഡേർഡ് പത്രാധിപരായിരുന്നു. സി. കർണാടകയിൽ പ്ലേഗ് രോഗം നിർമ്മാർജ്ജനം ചെയ്യാൻ പരിശ്രമിച്ചു. ഡി. മഹാത്മാജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ട ഒരേയൊരു മലയാളി. സ്നേഹമാണഖിലസാരമൊഴിയിൽ സ്നേഹസാരമിഹ സത്യമേകമാം ഈ വരികൾ കുമാരനാശാൻ്റെ ഏത് കവിതയിലേതാണ്? എ. ചണ്ഡാലഭിഷുകി, ബി. ലീല, സി. നളിനി, ഡി. കരുണ. തെറ്റായ പ്രസ്താവന ഏത്? എ. ചേര രാജാക്കന്മാരുടേതായി കേരളത്തിൽ നിന്ന് കിട്ടിയ ആദ്യ ശാസനമാണ് വാഴപ്പള്ളി ശാസനം. ബി. കൊല്ലവർഷം രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ ശാസനം തരിസാപ്പള്ളി ശാസനമാണ്. സി. കുലശേഖര രാജാവായ ഭാസ്കര രവിവർമ്മനാണ് ജൂതശാസനം പുറപ്പെടുവിച്ചത്. ഡി. കേരളത്തിലെ ദേവദാസികളെക്കുറിച്ച് ആദ്യമായി പരാമർശിച്ച ശാസനം ചോക്കൂർ ശാസനമാണ്. 1866 ബ്രിട്ടീഷ് രാജ്ഞി തിരുവിതാംകൂറിലെ പുരോഗമനോന്മുഖമായ ഭരണത്തിൻ്റെ അംഗീകാരമായി ഏതു രാജാവിനാണ് മഹാരാജ എന്ന പട്ടം സമ്മാനിച്ചത്? എ. ശ്രീമൂലം തിരുനാൾ, ബി. സോതി തിരുനാൾ, സി. വിശാഖം തിരുനാൾ, ഡി. ആയില്യം തിരുനാൾ. 1995 ബർക്കത്തുള്ള ഖാൻ പ്രധാനമന്ത്രിയായി രൂപം കൊണ്ട താൽക്കാലിക ഗവൺമെൻറ്റിൽ വിദേശകാര്യ മന്ത്രിയായി സ്ഥാനമേറ്റ മലയാളി ആരാണ്? എ. മുഹമ്മദ് അബ്ദുറഹ്മാൻ, ബി. ചെമ്പകരാമൻ പിള്ള, സി. നായർ സാൻ, ഡി. ക്യാപ്റ്റൻ ലക്ഷ്മി. ചേന്നമംഗലത്ത് പാലിയത്തച്ഛൻ്റെ വീടിന് മുന്നിലുള്ള പൊതുനിരത്തിൽ കൂടി നടക്കാനുള്ള സ്വാതന്ത്ര്യം അവർണർക്കും അഹിന്ദുക്കൾക്കും നിഷേധിക്കപ്പെട്ടിരുന്നു. ഈ പ്രശ്നത്തെ ചൊല്ലി എല്ലാ രാഷ്ട്രീയ കക്ഷികളും സമുദായ സംഘടനകളും ഒത്തുചേർന്ന് നടത്തിയ സമരം ഏതാണ്? എ. കടയ്ക്കൽ സമരം, ബി. തുലാം 10 സമരം, സി. പാലിയം സത്യാഗ്രഹം, ഡി. തളി സത്യാഗ്രഹം. തന്നിരിക്കുന്നവയിൽ SI യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? എ. ആംപിയർ, ബി. മോൾ, സി. കെൽവിൻ, ഡി. എർഗ്. ചുവടെ കൊടുത്തവയിൽ ചലന ജഡത്വത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? എ. ലോങ് ജമ്പിന് മുൻപ് താരങ്ങൾ കുറച്ചു ദൂരം ഓടുന്നത്, ബി. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം ബ്രേക്ക് ചെയ്യുമ്പോൾ യാത്രക്കാർ മുന്നോട്ട് വീഴാൻ പോകുന്നത്, സി. നിർത്തിയിട്ടിരിക്കുന്ന വാഹനം മുന്നോട്ട് എടുക്കുമ്പോൾ യാത്രക്കാർ പിന്നിലേക്ക് വീഴാൻ പോകുന്നത്, ഡി. ഓഫ് ചെയ്ത ശേഷവും ഫാൻ അല്പനേരം കറങ്ങുന്നത്. തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1. ഗാംഗിൻ ആസിഡ് സ്വഭാവമാണെങ്കിൽ ബേസിക് സ്വഭാവമുള്ള ഫ്ലക്സ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. 2. ഫ്ലക്സിന് ആസിഡ് സ്വഭാവമാണെങ്കിൽ ബേസിക് സ്വഭാവമുള്ള ഗ്യാങ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. എ. 1 മാത്രം ശരി, ബി. 2 മാത്രം ശരി, സി. 1ഉം 2ഉം ശരി, ഡി. 1ഉം 2ഉം ശരിയല്ല. ഇവയിൽ അറ്റോമിക നമ്പർ 118 ആയ മൂലകം ഏതാണ്? എ. മോസ്കോവിയം, ബി. ഓർഗാനസോൺ, സി. ലിവർമോറിയം, ഡി. നിഹോണിയം.
ഏതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്കാണ് ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ എം ജമ്പർ എന്നിവർ 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം പങ്കിട്ടത്? എ. പ്രോട്ടീൻ, ബി. പ്ലാസ്റ്റിക്, സി. ഹരിതഗൃഹപ്രഭാവം, ഡി. മൂലകങ്ങളുടെ ഘടന. ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്ക് കഷണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിക്കുന്നത് എന്തുകൊണ്ട്? എ. അഡ്ഹീഷൻ ബലം, ബി. കൊഹിൻ ബലം, സി. വിസ്കസ് ബലം, ഡി. പ്രതലബലം. വൈദ്യുത വിശ്ലേഷണം നടക്കുമ്പോൾ ഒരു ഇലക്ട്രോഡിൽ സ്വതന്ത്രമാക്കപ്പെടുന്ന പദാർത്ഥത്തിൻ്റെ അളവ് ഇലക്ട്രോലൈറ്റിൽ കൂടി കടന്നുപോകുന്ന വൈദ്യുതിയുടെ അളവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? എ. ബന്ധമില്ല, ബി. വിപരീത അനുപാതം, സി. നേർ അനുപാതം, ഡി. തുല്യം. ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായുകുമിളയുടെ വലിപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? എ. ബോയിൽ നിയമം മർദ്ദം കുറയുകയും വ്യാപ്തം കൂടുകയും ചെയ്യുന്നു. ബി. ചാൾസ് നിയമം താപനില കൂടുകയും വ്യാപ്തം കൂടുകയും ചെയ്യുന്നു. സി. ബോയിൽ നിയമം മർദ്ദം കൂടുകയും വ്യാപ്തം കൂടുകയും ചെയ്യുന്നു. ഡി. ചാൾസ് നിയമം താപനില കുറയുകയും വ്യാപ്തം കുറയുകയും ചെയ്യുന്നു. മാലക്കൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? എ. സിങ്ക്, ബി. ഇരുമ്പ്, സി. അലുമിനിയം, ഡി. ചെമ്പ്. കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേർന്ന് ഉണ്ടാകുന്ന മിശ്രിതം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? എ. വാട്ടർ ഗ്യാസ്, ബി. ബയോഗ്യാസ്, സി. പ്രൊഡ്യൂസർ ഗ്യാസ്, ഡി. ലാഫിംഗ് ഗ്യാസ്. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? എ. ഡയബറ്റീസ് മെലിറ്റസ് മൂത്രത്തിൽ അപകടകാരിയായ കീറ്റോൺ ബോഡികളുടെ രൂപപ്പെടലിന് കാരണമാകുന്നു. ബി. ഇൻസുലിൻ കോശത്തിലേക്കുള്ള ഗ്ലൂക്കോസിൻ്റെ പ്രവേശനത്തെ കുറയ്ക്കുന്നു. സി. ഇൻസുലിൻ കോശത്തിലേക്കുള്ള ഗ്ലൂക്കോസിൻ്റെ പ്രവേശനത്തെ ത്വരിതപ്പെടുത്തുന്നു. ഡി. ഡയബറ്റീസ് മെലിറ്റസ് മൂത്രത്തിലൂടെയുള്ള ഗ്ലൂക്കോസിൻ്റെ വിസർജനത്തിന് കാരണമാകുന്നു. അനാൽജസിക്കുകൾ ഏതു ആവശ്യത്തിനാണ്? എ. ശരീര താപനില കുറയ്ക്കാൻ, ബി. വേദന കുറയ്ക്കാൻ, സി. അസിഡിറ്റി കുറയ്ക്കാൻ, ഡി. ശരീരകോശങ്ങൾക്ക് കേടുണ്ടാക്കാതെ രോഗകാരികളെ നിയന്ത്രിക്കാൻ. തന്നിരിക്കുന്നവയിൽ ജങ്ക് ജീനുകൾ എന്ന ആശയവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രസ്താവന ഏത്? എ. മനുഷ്യ DNA-യിലെ പ്രവർത്തനക്ഷമമല്ലാത്ത ജീനുകൾ, ബി. മനുഷ്യ DNA-യിലെ പ്രോട്ടീൻ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ജീനുകൾ, സി. ജീൻ മാപ്പിങ്ങിന് ഉപയോഗപ്പെടുത്തുന്ന ജീനുകൾ, ഡി. മനുഷ്യ DNA-യിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ജീനുകൾ. 2013 മാർച്ചിൽ തുടക്കം കുറിച്ച ഡയറക്റ്റ് ഇൻ്റർവെൻഷൻ സിസ്റ്റം ഫോർ ഹെൽത്ത് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? എ. 1056, ബി. 1010, സി. 1001, ഡി. 1506. എയ്ഡ്സുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? എ. എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിലാണ്. ബി. എയ്ഡ്സ് സ്ഥിരീകരിക്കാൻ നടത്തുന്ന ടെസ്റ്റാണ് വെസ്റ്റേൺ ബ്ലോട്ട്. സി. HIV ബാധിതയായ അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് എയ്ഡ്സ് പകരില്ല. ഡി. ഒരേ കുളത്തിൽ കുളിക്കുന്നതിലൂടെ എയ്ഡ്സ് രോഗം പകരില്ല. സംസ്ഥാനത്ത് APL BPL വ്യത്യാസമില്ലാതെ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കായി നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? എ. അഭയകിരണം, ബി. ആശ്വാസകിരണം, സി. ആശാകിരണം, ഡി. ആരോഗ്യകിരണം. ഇവയിൽ ഏതാണ് മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ടെസ്റ്റ്? എ. ബെനഡിക്ട് ടെസ്റ്റ്, ബി. യൂറോക്രോം ടെസ്റ്റ്, സി. മില്ലൻസ് ടെസ്റ്റ്, ഡി. ബൈയൂററ്റ് ടെസ്റ്റ്. പരിചയമുള്ള സാധനങ്ങളുടെ പേര് കേൾക്കുമ്പോൾ അതിൻ്റെ ചിത്രം മനസ്സിൽ തെളിയുന്നതിന് സഹായിക്കുന്ന സെറിബ്രത്തിലെ ഭാഗം ഏതാണ്? എ. വെർണിക്സ് ഏരിയ, ബി. ബ്രോക്കാസ് ഏരിയ, സി. ക്രേനിയം, ഡി. മെനിഞ്ചസ്. ലോക ഹീമോഫീലിയ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? എ. നവംബർ 21, ബി. ഏപ്രിൽ 17, സി. സെപ്റ്റംബർ 29, ഡി. ജൂൺ 14. ഏത് രോഗത്തിൻ്റെ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ആരോഗ്യ വകുപ്പ് നടപ്പിൽ വരുത്തിയ പദ്ധതിയാണ് എൽസ? എ. എയ്ഡ്സ്, ബി. കുഷ്ഠം, സി. ക്ഷയം, ഡി. പോളിയോ.